ആക്രമണ ഭീഷണിയെ തുടർന്ന് ശ്രീലങ്കൻ സമുദ്രാതിർത്തിയിലെത്തിയ ഇറാന്റെ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ സുരക്ഷിതമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഐറിസ് ബുഷഗറിലെ 208 ജീവനക്കാരെ ഒഴിപ്പിച്ചെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ അറിയിച്ചു. അതേസമയം ഇറാന്റെ ഐറിസ് ദേന യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തതിൽ വിവാദം ഇപ്പോഴും കത്തിപ്പടരുകയാണ്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ശരിക്കും എന്തൊക്കെയാണ് ഡൽഹി കേന്ദ്രമാക്കിയുള്ള നീക്കങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ട വിവരം എന്നുള്ളത് ഇന്ത്യൻ നാവികസേനയുടെ ക്ഷണമനുസരിച്ച് നാവിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇറാന്റെ യുദ്ധക്കപ്പൽ ഐറിസ് ദേന ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ 80-ലധികം സൈനികർ മരിക്കാൻ ഇത് ഇടയാക്കിയിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ രണ്ടാമത്തെ യുദ്ധക്കപ്പൽ ഐറിസ് ബുഷേർ എന്ന യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ സഹായം തേടിയത്. തുടർന്ന് ആ കപ്പലിന് സഹായം നൽകിയതായി ശ്രീലങ്ക ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. കപ്പലിലുണ്ടായിരുന്ന 208ഓളം നാവികർക്ക് ട്രിങ്കോമാലിയിലേക്ക് അവരെ സുരക്ഷിതമായി മാറ്റിയെന്നും ഈ കപ്പൽ ഇപ്പോൾ ശ്രീലങ്കയുടെ സമുദ്രാതിർത്തിക്കുള്ളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലും ശ്രീലങ്കയിലും വിവാദം കൊഴുക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള ആധിപത്യമുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വെച്ച് ശ്രീലങ്കയുടെ ഔപചാരികമായ അതിർത്തി പ്രദേശമാണ്, അല്ലെങ്കിൽ ശ്രീലങ്കയോട് ചേർന്ന അന്താരാഷ്ട്ര കപ്പൽശാലയിൽ വെച്ചാണെങ്കിൽ പോലും ഇന്ത്യക്ക് ആധിപത്യമുള്ള പ്രദേശത്ത് വെച്ച് ഇന്ത്യൻ നാവികസേന ക്ഷണിച്ചതനുസരിച്ച് അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തിയ ഇറാനിയൻ കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ സർക്കാർ അതിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് പാർലമെന്റിലും ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ആ കപ്പൽ ഐറിസ് ദേന കപ്പൽ സഹായം തേടി 11 മണിക്കൂറോളം ശ്രീലങ്കൻ സർക്കാർ അതിന് സഹായം നൽകിയില്ല എന്നും തുടർന്നാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത് എന്നുമാണ് ശ്രീലങ്കയിലെ പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇത് ഇന്ത്യയുടെയും US-ന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണോ ഇത്തരത്തിൽ ആ കപ്പലിന് 11 മണിക്കൂറോളം സഹായം നൽകാതെ കാത്തിരുത്തിയത് എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ വിശദമായ മറുപടി ശ്രീലങ്കൻ സർക്കാർ നൽകണം എന്ന് ശ്രീലങ്കയിലെ പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.